ശബരിമലയിലെ സ്വർണം കവർന്ന കേക്ക് അല്ലല്ല അതൊന്നും അല്ലല്ലോ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണം കൊള്ളയല്ലേ, ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. ഞങ്ങൾക്ക് ഏത് കാലത്ത് എപ്പോ നടന്നതിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നടന്നത് 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ളയും 2024 വീണ്ടും കൊള്ള നടത്താൻ നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരായിട്ട് ഒരു നടപടി പോലും CPM സ്വീകരിക്കുന്നില്ല. അവരെ പൂർണ്ണമായി ഗവൺമെന്റും CPM-ഉം സംരക്ഷിക്കുക. അതാണ് യഥാർത്ഥ സ്ഥിതി. അതിനും മറുപടി പറയണം, ഗവൺമെന്റും പറയണം, CPM-ഉം പറയണം. അതിനും മറുപടി ഇല്ലായിരുന്നപ്പോഴാണ് ഇനി പ്രയാർ ഗോപാലകൃഷ്ണൻ അത് ജീവിച്ചിട്ട് പോലുമില്ല പറയണേ. ഇതൊന്നും ആര് വന്നു എന്തെന്നല്ല, ആ കാലത്തൊന്നും ഒരു വൃത്തികേടും നടന്നിട്ടില്ലല്ലോ. അല്ലല്ല കേൾക്ക്, നിങ്ങൾ ഇതില്ലാതാവില്ല. ഇതിനെ ഡൈലൂട്ട് ചെയ്യണ്ട. ഏത് വിഷയം വേണേലും അന്വേഷിക്കുക. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലല്ലേ അന്വേഷണം നടക്കുന്നത്. ആര് വേണമെങ്കിലും ഹൈക്കോടതി പോയി ഏത് കാലത്തെ പറ്റിയും പറഞ്ഞോ, ഹൈക്കോടതി അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ഏത് കാലത്തെ അന്വേഷണം നടത്തിയാലും സ്വാഗതം ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇതിനെ വെള്ളം ചേർക്കാൻ നോക്കണ്ട. ഇത് കേരളത്തെ ഞെട്ടിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസാണ്. ജാമ്യം പോലും ഒരുത്തിനും കിട്ടണില്ല, ഒരാൾക്കും കൊടുക്കണില്ല. മനസ്സിലായി? ഒരാൾക്കും ജാമ്യം പോലും കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും ഒരാൾക്കെതിരെ നടപടി പോലും എടുത്തില്ല. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കുന്നില്ല. അവരെ സംരക്ഷിക്കുകയാണ്. അപ്പൊ എന്താണ് CPM കരുതുന്നത്? എന്താണ് ഗവൺമെന്റ് കരുതുന്നത്? അതല്ലേ മറുപടി പറയേണ്ടത്. അത് കൊടുത്തില്ലല്ലോ, എന്നിട്ടും കൊടുത്തില്ലല്ലോ. അല്ലല്ല, അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ അന്വേഷണം നടക്കുന്ന, ഇതെല്ലാം അറിയാവുന്നവരല്ലേ ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കുന്ന ആളുകൾ. അവര് നോക്കട്ടെ. എന്തായാലും അതിനൊരു മന്ദഗതി പാടില്ല, അത് പോകണം. ഞങ്ങൾ ഒരിക്കലും SITയുടെ കാര്യത്തിൽ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല. SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതേ പറയാം. അത് കോടതി ശരിവെച്ചല്ലോ. വേറെ രീതിയിൽ മന്ദഗതിയിലായി എന്ന് പറയല്ലോ. ഇടയ്ക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള താമസം ഉണ്ടായി. വേറെ പല കാര്യത്തിലും പലരെയും ചോദ്യം ചെയ്യുന്നതിൽ താമസം ഉണ്ടായി, ചോദ്യം ചെയ്തതിന്റെ കണക്ഷനിൽ താമസം ഉണ്ടായി. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എന്തായാലും വെയിറ്റ് ആൻഡ് സീ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സർക്കാർ മാസം നൽകിയിരുന്ന 9,000 രൂപ സഹായം അത് നിന്നിരിക്കുകയാണ്. പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇതുപോലെ പറഞ്ഞല്ലോ, അവിടെ റെന്റ് കൊടുക്കുന്നില്ല പലർക്കും. അവിടെ പാവപ്പെട്ടവർക്ക് ചികിത്സ, ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവരുടെ ചികിത്സ സഹായം ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ ആവശ്യമായ ഒരു സഹായവും ഗവൺമെന്റിന് ബാധില്ല. 242 കോടി രൂപ ആളുകൾ കൊടുത്ത പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ പ്രചരണം നടത്തുവാണ്. ഞങ്ങൾ പ്രചരിപ്പിച്ചു CMDRF-ലേക്ക് പൈസ കൊടുക്കരുതെന്ന് UDF പ്രചരിപ്പിച്ചു. CMDRF-ൽ ഞാനടക്കമുള്ള ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട്. UDF MLA-മാര് പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഏകദേശം 19 ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാനടക്കമുള്ള ആളുകൾ, ഞങ്ങൾ MLA-മാർ, UDF MLA-മാർ മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രചരിപ്പിക്കുകയാണ്. UDF പറഞ്ഞു CMDRF പൈസ കൊടുക്കരുതെന്ന്. കള്ളത്തരം പറയാണ്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഞാനടക്കം പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ MLA-മാരെല്ലാം MP-മാരെല്ലാവരും പൈസ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം പൈസ കൊടുത്തു. ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ CMDRF പൈസ കൊടുക്കരുത്? ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ മാതൃക കാണിച്ചു പൈസ കൊടുത്തിട്ട്. എന്നിട്ട് വെറുതെ പ്രചരിപ്പിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ അവിടെ ഇവർ 1 കൊല്ലം പിടിച്ചു സ്ഥലം കണ്ടുപിടിക്കാൻ. എന്നിട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു വീട് വയ്ക്കാൻ. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കാൻ പോയി. ഞങ്ങൾ 3 മാസം 4 മാസം കൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്തു. അപ്പൊ കുറെ സോഷ്യൽ മീഡിയയിൽ വായി തോന്നുന്ന പൈസ എവിടെ പോയി? എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ. 1 രൂപയും പോയിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ചെക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. കാരണം ഈ സ്ഥലം മേടിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ഒപ്പിട്ട് കൊടുത്തത് ഇപ്പോഴാണ്. ഒരു ചെക്ക് ഒപ്പിട്ടത് യൂത്ത് കോൺഗ്രസിന്റെ പൈസ പോയെന്ന് പറഞ്ഞു. അവരുടെ പൈസ KPCC-യിലേക്ക് അവർ തരുവാണ്. വെറുതെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് 742 കോടി രൂപ ബാങ്കിലിട്ടിട്ട് നാട്ടുകാരെ അവരെ സഹായിക്കാൻ കൊടുത്ത പൈസ ഒരു സഹായം കൊടുക്കുന്നില്ല. ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല. ഈ ധനസഹായങ്ങളെല്ലാം നിർത്തി. എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി. ഞാൻ പറയല്ലേ, AKG സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഒരു പ്രസക്തിയില്ല. ഞങ്ങളേതാണ്ട് പൈസ തട്ടിക്കൊണ്ടുപോയി. നീ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത പൈസ അക്കൗണ്ട് പരിശോധിക്കും.
വന്നിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ചെക്ക് ജോയിന്റ് അക്കൗണ്ടാ എന്റെ KPC പ്രസിഡന്റ് ഇപ്പോഴാണ് ഒരു ചെക്ക് ഒപ്പിട്ട് ചെക്ക് ഞങ്ങളിപ്പോ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തപ്പോ സ്ഥലം രജിസ്റ്റർ ചെയ്തല്ലോ ഞങ്ങൾ 3-3.5 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തില്ലേ സർക്കാർ 1 കൊല്ലം പിടിച്ചു 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് സർക്കാർ സ്ഥലം കിട്ടിയത് ഞങ്ങൾക്ക് അത് തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിൽ അവിടെ പണിയാന്ന് വിചാരിച്ചാണ് വേറെ സ്ഥലം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് 100 വീടിനുള്ള പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തില്ലേ 20 കോടി കൈമാറിയില്ലേ ലീഗ് സ്ഥലം മേടിച്ച് നിർമ്മാണ പ്രവർത്തനം 100 വീടിന്റെ ആരംഭിച്ചില്ലേ ഞങ്ങളിപ്പോ സ്ഥലം മേടിച്ചില്ലേ അതിനെന്തൊരു അധിക്ഷേപം വരുന്നു അതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞതിൽ എന്ത് ഫാക്ച്വൽ മിസ്റ്റേക്കാണ് ഉണ്ടായിരുന്നത് ഈ 3 കാര്യമാണ് പറഞ്ഞത് ഞാൻ അല്ലേ അതിൽ 2 കാര്യം ഒരു കാര്യം നടന്നു പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു 100 വീടിന്റെ രണ്ടാമത്തെ കാര്യം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ കാര്യം ഞങ്ങൾ സ്ഥലം മേടിച്ചു ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും അതിലെന്ത് തെറ്റുള്ളത് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ CPM അതൊന്നും ഓടൂല കേരളത്തില് അതൊക്കെ ജനങ്ങള് ചോദ്യം ചോദിക്കൊന്നും പാർട്ടിക്കാര് വീട്ടിലേക്ക് ചെല്ലുമ്പോ തടുത്തു നിർത്തുമെന്ന് അറിയാൻ നന്നായിട്ട് അതായിക്കോട്ടെ പാർട്ടിക്കാര് പോയിക്കോട്ടെ വേറൊരു പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി കേരളം മുഴുവൻ ഹോർഡിങ്സ് വെച്ചിരിക്കുക എന്നിട്ട് വോളണ്ടിയർമാര് ഈ എന്താണ് ചെല്ലുവാണ് വീടുകളിലേക്ക് ചെല്ലുകയാണ് അതിൽ CPMന്റെ ഒരു സർക്കുലർ ഉണ്ട് സർക്കാർ നടത്തുന്ന ആ പരിപാടിയിൽ പാർട്ടിക്കാർ തന്നെ പോകണമെന്ന് സർക്കാരാണ് പൈസ കൊടുക്കണം എന്നിട്ട് ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ നേട്ടം വീടുകളിൽ എത്തിക്കാൻ മനസ്സിലായി സർക്കാർ ചെലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക അതിൽ നിന്ന് സർക്കാർ പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടും ഞങ്ങൾ കോടതിയിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് സർവേ ഇപ്പൊ എന്താ സർവേ ഇപ്പൊ എന്താണ് കേരളം നന്നാക്കുന്നതിനെ പറ്റി സർവേ ഇപ്പൊ ഇലക്ഷൻ വർക്കാണ് നടത്തുന്നത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് പൈസ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് ചെയ്യുക അതിൽ നിന്ന് പിന്മാറണം പാർട്ടിക്കാർ വീട് കയറായിരിക്കണം അവരെ ഇഷ്ടം അവര് കയറിക്കോട്ടെ അത് നാട്ടുകാർ ചോദിച്ചോളും ചെല്ലുമ്പോ ചോദിച്ചോളൂ അത് ചോദിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഈ പത്മകുമാറിന്റെ കാര്യം പറയണത് അല്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി ഒരു തരത്തിൽ വർഗീയതയാണ് പറഞ്ഞത് മുഴുവൻ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം യാതൊരു പരസ്പര ബന്ധമില്ലാതെ കേരളത്തിൽ നടന്ന വർഗീയ കലാപങ്ങൾ മുഴുവൻ പറയാണ് എന്റെ ഇടതുപക്ഷത്തിന്റെ സമയത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയാ ഇടതുപക്ഷത്തിന്റെ സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി നടന്നിട്ടുണ്ട് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട് പല സമയത്തും നടന്നിട്ടുണ്ട് ഇപ്പൊ ഇല്ലാത്ത നല്ല കാര്യം പണ്ട് നടന്നിട്ടുണ്ട് അത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കാർക്കും മനസ്സിലായില്ല എന്നിട്ട് അദ്ദേഹം മതേതരത്വത്തിന്റെ വക്താവാകാൻ ശ്രമിക്കുകയാണ് മതേതരത്വത്തിന്റെ വക്താവാകാൻ എങ്ങനെ ശ്രമിക്കുന്നത് ഒരു വശത്ത് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർക്ക് പട്ടും വളയും കൊടുക്കുകയാണ് പൊന്നാട ചാർത്തുകയാണ് അല്ലെ ഒരു വശത്ത് എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പോ സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ CPM ജാതിമത ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് സംഘപരിവാർ രീതി അതേ രീതി തന്നെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി അവലംബിക്കുന്നത് എന്നിട്ട് മതേതരത്വത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിച്ച മറുപടി പറയണ്ടേ ആ മറുപടി കൊടുത്തു ഇത്രയേ ഉള്ളൂ